ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സൊല്യൂഷൻസ് ഫോർ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് എക്കണോമിക്സിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സൊല്യൂഷൻസ് ഫോർ സെൻട്രൽ പ്രോബ്ലംസ് നമുക്കിത് എന്താണെന്ന് നോക്കാം. ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി റിവോൾവ് അറൗണ്ട് ദ അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സ്. അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള റിസോഴ്സസ് വിഭവങ്ങൾ ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിൻ്റെ അലോക്കേഷൻ, ഇത് ആർക്കൊക്കെ എത്ര പേർക്ക് ഇങ്ങനെ വിധിച്ച് കൊടുക്കാൻ പറ്റും, ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഇത് നിൽക്കുന്നത്. ടു സാറ്റിസ്ഫൈ ദ ഇൻഫിനിറ്റ് വാണ്ട്സ് ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ വാണ്ട്സ്, അവരുടെ ആവശ്യങ്ങൾ ഇൻഫിനിറ്റ്, അതായത് അനന്തമായിട്ടുള്ള ആവശ്യങ്ങളും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും, ഇതാണ് ഓരോ എക്കണോമിയുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പം ദീസ് പ്രോബ്ലംസ് ആർ ടിപ്പിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ കാറ്റഗറീസ്. നമുക്കറിയാം വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണ്. അത് വലിയ തിയറിയൊന്നുമില്ല, ചെറിയ കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോണത്. ഒന്നാമത്തെ ഒരു സെൻട്രൽ പ്രോബ്ലമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുണ്ടാക്കണം എന്നുള്ളത്. അതിൽ പ്രോബ്ലമായിട്ട് വരുന്നത് ദിസ് റെഫേഴ്സ് ടു ദ ഡിസിഷൻ അബൌട്ട് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. ഏത് സാധനം അല്ലെങ്കിൽ ഏത് സേവനം ഉണ്ടാക്കണം. ഇപ്പം കൂടുതൽ ബ്രെഡ് ഉണ്ടാക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കാർ പ്രൊഡ്യൂസ് ചെയ്യണോ, എന്താണ് ആൾക്കാർക്ക് എന്താണ് ആവശ്യം, അതൊരു എക്കണോമിയുടെ പ്രശ്നമാണ്. ഓക്കെ, ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. കാർ ആണെങ്കിൽ, കാർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അളവ് കാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബ്രെഡാണ് പ്രൊഡ്യൂസ് ചെയ്യെങ്കിൽ എത്ര ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എന്തുണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. എക്കണോമീസ് മസ്റ്റ് ചൂസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. അപ്പം എക്കണോമീസ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അവർ ചൂസ് ചെയ്യണം എന്താണ് ഉണ്ടാക്കേണ്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് ഇത്രയും റിസോഴ്സിൽ നിന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് ഇവിടെ പറയുന്നത് മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന എക്കോണമിയിൽ, അതായത് മാർക്കറ്റ് എക്കോണമി, കമാൻഡ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് എല്ലാത്തിൻ്റെയും വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഡയറക്റ്റ് നോക്കിയാൽ മതി, കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഈ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നത്തിൻ്റെ, ആ ഒരു സെൻട്രൽ പ്രോബ്ലത്തിൻ്റെ, കേന്ദ്രീകൃത പ്രശ്നത്തിൻ്റെ അതിൻ്റെ സൊല്യൂഷനായിട്ട് പറയുന്നത് ഇൻ എ മാർക്കറ്റ് എക്കോണമി ദിസ് ഡിസിഷൻ ഡ്രിവൺ ബൈ കൺസ്യൂമർ ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്സ്. അതായത് കൺസ്യൂമർ ഡിമാൻഡ്, ആൾക്കാർ എന്താണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് മോട്ടീവ്, ആർക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് എവിടെയാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, ഈ ഒരു രീതിയിലാണ് ഇവിടെ സൊല്യൂഷൻ വരുന്നത് മാർക്കറ്റ് എക്കോണമിയിൽ. ഇപ്പം ബിസിനസ്സസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ദാറ്റ് ആർ ഹൈ ഡിമാൻഡ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അപ്പം കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന എവിടെയാണോ, അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നത്തിനാണോ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, ആ ഉൽപ്പന്നം ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഓക്കെ, ഈ ഒരു ഡിറ്റർമിനൻ്റ് ആണ് ഇവിടെ വില നിശ്ചയിക്കുന്നത് ഈ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അവിടെ ഡിമാൻഡാണ്, അതിൻ്റെ ആൾക്കാരുടെ ആവശ്യങ്ങളാണ് അവിടെ തീരുമാനിക്കപ്പെടുന്നത് എന്നതാണ് ഒരു സൊല്യൂഷനായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അടുത്ത പ്ലാൻഡ് എക്കോണമി അഥവാ കമാൻഡ് എക്കോണമി. ഈ എക്കോണമിയിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം വരുന്നത്? ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ദ ഗവൺമെൻറ് ഡിസൈഡ്സ്. ഇവിടെ ഗവൺമെൻറ് ആണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്ലാൻഡ് എക്കോണമിയിൽ ഗവൺമെൻറ് ആണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് ഡിസൈഡ്സ് വാട്ട് ടു പ്രൊഡ്യൂസ് ബേസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ആവശ്യം അനുസരിച്ച് എന്തുണ്ടാക്കണമെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. എയിമിങ് ടു എൻഷുർ ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഉള്ള റിസോഴ്സ്, രാജ്യത്തിൻ്റെ അകത്തുള്ള റിസോഴ്സ് ഈക്വലായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻഡ് എക്കോണമി അഥവാ കമാൻഡ് എക്കോണമിയിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മിക്സ്ഡ് എക്കോണമിയിലാണെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് എക്കോണമിയും പ്ലാൻഡ് എക്കോണമിയും ചേർന്ന് വരുന്ന, അതായത് ഗവൺമെൻറ് ഒരു ഇൻ്റർവെൻഷനും പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻ്റർവെൻഷനും ഉള്ള ഒരു എക്കോണമി, അത് ആണ് മിക്സ്ഡ് എക്കോണമി. അവിടെ ഈ പ്രശ്നത്തിന്, വാട്ട് പ്രൊഡ്യൂസ് എന്ന പ്രശ്നത്തിനുള്ള പരിഹാരം എങ്ങനെയാണ് വരുന്നത്? ഇൻ എ മിക്സ്ഡ് എക്കോണമി ബോത്ത് ദ മാർക്കറ്റ് ആൻഡ് ഗവൺമെൻറ്, രണ്ടുപേരും ഓക്കെ ഇൻഫ്ലുവൻസ് പ്രൊഡക്ഷൻ ഡിസിഷൻസ്. രണ്ടുപേരും എന്ത് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. ദ ഗവൺമെൻറ് മേ ഇൻ്റർവെയിൻ ഇൻ സെക്ടേഴ്സ് വേർ ദ മാർക്കറ്റ് ഫെയിൽസ് ടു അലോക്കേറ്റ് റിസോഴ്സ് എഫിഷ്യൻ്റ്ലി. എവിടെയാണോ പിന്നെ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പാളിച്ച വരുന്നത്, അത് ആര് തിരുത്തും? ഗവൺമെൻറ് തിരുത്തി കൊടുക്കും. ഇങ്ങനെയാണ് ഇവിടെ സൊല്യൂഷൻ വരുന്നത്. ഇനി അടുത്ത സെൻട്രൽ പ്രോബ്ലമായ ഹൗ ടു പ്രൊഡ്യൂസിന് എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത് നോക്കാം. അത് പ്രോബ്ലം ആദ്യം നോക്കാം. ഹൗ ടു പ്രൊഡ്യൂസ് വെച്ചാൽ 2 ടെക്നോളജികളുണ്ടല്ലോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവും ലേബർ ഇൻറ്റൻസീവും. കൂടുതൽ ലേബറിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണമോ കൂടുതൽ ടെക്നോളജി വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണോ, അതിന് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നം. ഓക്കെ, അതായത് ദിസ് കൺസേൺ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ 2 മെത്തേഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് വിച്ച് റിസോഴ്സസ് ആൻഡ് ടെക്നോളജീസ് ഷുഡ് ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൾക്കാരെ കൂടുതൽ ഉപയോഗിക്കണമോ, അല്ലെന്നുണ്ടെങ്കിൽ ഏത് റിസോഴ്സ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തണം, ആ പ്രശ്നമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ മാർക്കറ്റ് എക്കണോമിയിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഫേംസ്
ചൂസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഇവിടെ മാർക്കറ്റ് എക്കണോമിയിലെ ആൾക്കാർ. കാര്യം പ്രൈവറ്റ് സെക്ടർ ആണല്ലോ. ഓക്കെ, പ്രൊഡക്ഷൻ മെത്തേഡ്സ് ബേസ്ഡ് ഓൺ അവൈലബിൾ ടെക്നോളജി ആൻഡ് റിസോഴ്സ് കോസ്റ്റ്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും ആ റിസോഴ്സിൻ്റെ കോസ്റ്റും അനുസരിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് സെക്ടർ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. എയിമിംഗ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അത് മാത്രമല്ല അവർ കൂടുതൽ പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷനാണ് മാർക്കറ്റ് എക്കണോമിയിൽ ഈ പ്രശ്നം, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നത്തിന് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് പ്ലാൻഡ് എക്കോണമിയിൽ എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത് നോക്കാം. അവിടെ ഗവൺമെൻറ് ഓപ്പറേറ്റഡ് ആണല്ലോ. അപ്പം ദ ഗവൺമെൻറ് ഡിസൈഡ്സ് ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഗവൺമെൻറ് ആണ് ഏത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കണം തീരുമാനിക്കുന്നത്. പൊട്ടൻഷ്യലി ഫോക്കസിങ് ഓൺ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്സ് ടു ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ്. അതായത് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് ഉപയോഗിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്സ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് എഫിഷ്യൻസി വർദ്ധിപ്പിക്കണമോ എന്ന് ഗവൺമെൻറ്റാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അതാണ് അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഇവിടെ വരുന്നത്. എന്നാൽ മിക്സ്ഡ് എക്കണോമിയിലാണെന്നുണ്ടെങ്കിലോ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്. മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സ്? ഡിമാൻഡ്, സപ്ലൈ. ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ മെത്തേഡ് തീരുമാനിക്കുന്നത്. കൂടുതൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക്, ലേബേഴ്സിന് അത്രയും ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്ക് ടെക്നോളജിയിലേക്ക് തിരിയേണ്ടി വരും. ഓക്കെ, അതാണ് മാർക്കറ്റ് ഫോഴ്സ് ഇവിടെ തീരുമാനിക്കുന്നു പറയുന്നത്. പക്ഷേ ബട്ട് ദ ഗവൺമെൻറ് മേ റെഗുലേറ്റ് സർട്ടൺ പ്രാക്ടീസസ് ടു എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അതായത് പ്രകൃതിയെയും കൂടെ നോക്കണമല്ലോ. കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ പൊല്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, വർക്കർ സേഫ്റ്റി അത് ഗവൺമെൻറ് നോക്കും. അതായത് തൊഴിലാളികളുടെ സേഫ്റ്റി നോക്കും. ഓർ അതർ സോഷ്യൽ ഗോൾസ്, മറ്റ് സോഷ്യൽ ഗോൾസ്, സമൂഹത്തിന് വേണ്ട ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഗവൺമെൻറ് നോക്കും. ഓക്കെ, അതാണ് ഈ മിക്സ്ഡ് എക്കോണമിയിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വരുന്നത്. അടുത്ത പ്രശ്നമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഒരു എക്കോണമിയിൽ, അതായത് ഒരു രാജ്യത്ത് വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദനം നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ മറ്റൊരു കേന്ദ്രീകൃത പ്രശ്നം, സെൻട്രൽ പ്രോബ്ലം. അവിടെ പ്രോബ്ലം ഇതാണ്: ദിസ് അഡ്രസ്സസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എമംഗ് ദ പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനിൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ, സേവനങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഡിറ്റർമൈനിങ് ഹൂ ഗെറ്റ്സ് വാട്ട് ഷെയർ ഓഫ് ദ ഔട്ട്പുട്ട്. ആർക്ക് എത്ര ഷെയർ കിട്ടണം. ഓക്കെ, ഏത് വിഭാഗം ആൾക്കാർക്കാണ് എത്ര ഷെയർ കിട്ടേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ഈ പ്രോബ്ലം. അതിന് സൊല്യൂഷൻ മാർക്കറ്റ് എക്കോണമി, അതായത് പ്രൈവറ്റ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എക്കോണമിയിൽ വരുന്നത് എങ്ങനെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ പർച്ചേസിംഗ് പവർ. ആർക്കാണ് കൂടുതൽ പർച്ചേസിംഗ് പവർ ഉള്ളത് അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. അതാണ് ഇവിടെ മാർക്കറ്റ് എക്കോണമിയിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. മീനിങ് ദോസ് വിത്ത് ഹയർ ഇൻകംസ് ക്യാൻ ബൈ മോർ ഗുഡ്സ് ആൻഡ് സർവീസ്. ആർക്കാണ് കൂടുതൽ ഇൻകം ഉള്ളത് അവർക്ക് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും, അതിന് കഴിയും. അപ്പോൾ ഇങ്ങനൊരു സൊല്യൂഷനാണ് ഇവിടെ വരുന്നത്, മാർക്കറ്റ് എക്കോണമിയിൽ വരുന്നത്. ഇനി നമുക്ക് പ്ലാൻഡ് എക്കോണമിയിൽ എങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻ വരെ നോക്കാം. ദ ഗവൺമെൻറ് മേ അലോക്കേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവിടെ ഗവൺമെൻറ് ആണല്ലോ തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസ് അലോക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പം ഗവൺമെൻറ് മേ അലോക്കേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കോർഡിംഗ് ടു നീഡ്സ്, അവരുടെ ആവശ്യമനുസരിച്ച്. എയിമിംഗ് ഫോർ ആൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇവിടെ സാധനങ്ങളും സേവനങ്ങളും അലോക്കേറ്റ് ചെയ്യുന്നത്. റിഗാർഡ്ലെസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻകംസ്. ഇവിടെ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം പരിഗണിക്കപ്പെടുന്നില്ല. അതാണ് ഇവിടെ ഒരു സൊല്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത മിക്സ്ഡ് എക്കോണമിയുടെ കാര്യം നോക്കാം. വൈൽ മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെനി ഗുഡ്സ്. അതായത് അവിടെ പ്രൈവറ്റ് പാർട്ടീസ് ഉള്ളത് കൊണ്ട് അവിടെ മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയുമാണ് പല ഗുഡ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുന്നത്. എന്നാൽ ദ ഗവൺമെൻറ് മേ ഇൻ്റർവെയിൻ ത്രൂ ടാക്സേഷൻ. അതായത് ടാക്സേഷനിലൂടെ ഗവൺമെൻറ് അവിടെ ഇടപെടും. ഓക്കെ, കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യും, സബ്സിഡീസ് കൊടുക്കും. അതായത് മെറിറ്റ് ഗുഡ്സ്, ഡിമെറിറ്റ് ഗുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ് ഏതാണോ, ഏറ്റവും അത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പോലുള്ള അങ്ങനെയുള്ള ഗുഡ്സിന് അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഗുഡ്സിന് ഇവർ കൂടുതൽ സബ്സിഡി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും മോശമായിട്ടുള്ള ഗുഡ്സിന് കൂടുതൽ ടാക്സ് ഈടാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഇടപെടലുകൾ ഇവിടെ വരും ഈ മിക്സ്ഡ് എക്കോണമിയിൽ. ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ്, കൂടുതൽ വെൽഫെയർ പ്രോഗ്രാംസ് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ഇൻഇക്വാളിറ്റി, അസമത്വം കുറയ്ക്കുന്നതിന്. ആൻഡ് എൻഷുർ ബേസിക് നീഡ്സ് ആർ മെറ്റ് ഫോർ ആൾ സിറ്റിസൺസ്. രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയോ എന്ന് ഗവൺമെൻറ് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു സൊല്യൂഷനാണ് ഇവിടെ വരുന്നത്, മിക്സ്ഡ് എക്കോണമിയിൽ വരുന്നത്, ഈ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് വരുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറൻറ്റ് എക്കണോമീസ് അഡോപ്റ്റ് ഡിഫറൻറ്റ് അപ്രോച്ചസ് ടു സോൾവ് ദീസ് സെൻട്രൽ പ്രോബ്ലംസ്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്കണോമീസ് പലതരത്തിലുള്ള അപ്രോച്ചുകളാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്നത്, ബേസ്ഡ് ഓൺ ദെയർ അണ്ടർലൈൻ ഫിലോസഫീസ്. അതായത് അവർ ഏത് തത്വത്തിലാണ് പോകുന്നതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് വെദർ ദേ പ്രയോറിറ്റൈസ് മാർക്കറ്റ് ഫോഴ്സ്, അതായത് മാർക്കറ്റ് എക്കോണമി ആണോ, ഗവൺമെൻറ് കൺട്രോൾ, അതായത് കമാൻഡ് എക്കോണമി ആണോ, അല്ലെങ്കിൽ പ്ലാൻഡ് എക്കോണമി ആണോ,
ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അതായത് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. രണ്ടിനും കൂടെ കോമ്പിനേഷൻ ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ഓക്കെ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരുന്നുള്ളത്. അപ്പം ദ എഫക്റ്റീവ്നെസ് ഓഫ് ദീസ് സൊല്യൂഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. അതിൻ്റെ ആ സൊല്യൂഷൻ്റെ എഫക്റ്റീവ്നെസ് അത് എത്ര ഫലപ്രദമായി എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻക്ലൂഡിങ് ദ കൺട്രീസ് എക്കണോമിക് സ്ട്രക്ചർ, രാജ്യത്തിൻ്റെ എക്കണോമിക് സ്ട്രക്ചർ, രാജ്യം എത്ര എങ്ങനെ ഡെവലപ്ഡ് ആണോ, അണ്ടർ ഡെവലപ്ഡ് ആണോ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആണോ എന്നുള്ള രീതിയിൽ അതിനെ ആശ്രയിച്ചിരിക്കും. സോഷ്യൽ ഗോൾസ്, ആ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഓക്കെ ആ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. ആൻഡ് അവൈലബിൾ റിസോഴ്സ്, ആ രാജ്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എത്രയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എത്ര ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.